ഹലോ ഗൈസ്, ഇറ്റ്സ് മീ യോക്കോ ലെജൻഡ്. ഗൈസ്, ഇന്നാണെങ്കിൽ ഞാൻ കളിക്കുന്നത് +1 കീബോർഡ് എസ്കേപ്പ് എന്ന് പറഞ്ഞ ഈ ഗെയിമാണ്. ഇപ്പോഴാണെങ്കിൽ ഈ ഗെയിം അങ്ങ് ബ്ലോയിങ് അപ്പാണ് ഗൈസ്. ഭയങ്കര ആൾക്കാരാണ്, ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഈ ഗെയിം. ഏകദേശം ഓവർ 5 ലാക്കോളം ആൾക്കാർ ഈ ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ വീണ്ടും ഒരു വട്ടം ചെയ്യാൻ കാര്യം. അതുമല്ല, ഇത് നല്ല സാറ്റിസ്ഫൈങ് ആണ് ഗൈസ്. എനിക്ക് ഇത് കളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കീബോർഡിൻ്റെ പുറത്തൂടെ ഇങ്ങനെ നടക്കത്ത സൗണ്ട്. പിന്നെ ഇതിലിങ്ങനെ സൗണ്ട് മാറ്റാനും പറ്റും ഇതിൽ. പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്ന് ഇടുന്നത് ഒരു ചലഞ്ച് കണക്കാണ്. എത്ര മിനിറ്റ് കൊണ്ട് എനിക്ക് 1 മില്യൺ അടിക്കാൻ പറ്റുമെന്നാണ്. 1 മില്യൺ വിൻസ് ഇപ്പോൾ തന്നെ എനിക്ക് ഏകദേശം 7,66,000 ഉണ്ട്. എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ സൗണ്ട് ഓരോന്നായിട്ട് ഇടുകയാണ്. ഈ ക്യാൻഡി എനിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് ചോക്ലേറ്റാണ് ഇതുകൂടെ ഇഷ്ടം. അല്ലെങ്കിൽ എനിക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം. പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളത് റെയിൻബോ ടെയിലാണ്. പിന്നെ ബാക്കിയൊക്കെ ഒന്ന് വാങ്ങണം. ഞാൻ എന്തായാലും വാങ്ങാൻ നോക്കുന്ന ഗ്ലോ ഓറയാണ് വാങ്ങാൻ നോക്കുന്നത്. 1 മില്യണാണ്ടാണ് അതിൻ്റേത്. അതെന്തോ ഉപകാരമാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന ഇതുകൂടെ സ്പീഡ് നമുക്ക് ലഭിക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. എവിടെയോ ഗോൾഡൻ കീ ക്യാപ്പ് സ്പോണായിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 25,000 ആണ്ടാണ് നമ്മൾക്ക് വിൻസ് കിട്ടുന്നത്. അപ്പോൾ കീ ക്യാപ്പ് എവിടെ ഉണ്ടെന്ന് നോക്കണം. എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ചാടിക്കിടക്കാൻ പറ്റും. നമ്മൾ വന്ന വഴിയിൽ തന്നെ ഒരു ഇതുണ്ട്, പക്ഷേ എനിക്ക് അവിടെ ചാടിക്കിടക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് അവിടെയാണ് ഒരു റൂട്ട് വന്നേക്കണം. പക്ഷേ അവിടെ എനിക്ക് ചാടിക്കിടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതങ്ങ് ചെയ്യാമായിരുന്നു. പയ്യെ ചാടണം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴെ വീണ് ഡെഡായിപ്പോവും ഗെയ്സ്. അതുകൊണ്ടാണ് സൂക്ഷിച്ച് പയ്യെ ചാടുന്നത്. ഇവിടെ ഒരു ബോസാണ്, അപ്പോൾ അത് ചേസ് ചെയ്യും നമ്മളെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എക്സിറ്റിലോട്ട് എത്തണം. ഇപ്പം ഞാൻ പാതി 4 ആയപ്പോൾ തന്നെ ഞാൻ പാതി വഴിയായി. ഇനി ഇവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് ചിറവ് വന്നിട്ടുണ്ട്. അത് കൊള്ളാം. ഇനി പറന്ന് പോകണം. എന്നിട്ട് ഇവിടെ പയ്യെ ചവിട്ടി നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ തറയിൽ വീണ് ഡെഡായിപ്പോൾ. ഇവിടെ സൂക്ഷിച്ച് പയ്യെ പറന്ന് പോകണം. പിന്നെ ഗൈസ്, ഈ തേരമാല കറക്റ്റ് വരണത് നോക്കിയിരിക്കണം. കാരണം ഇതിങ്ങനെ പോയി അങ്ങേ എത്തുമ്പോൾ ഭയങ്കര സ്പീഡാവും. ഭയങ്കര സ്പീഡ് കയറിക്കൊണ്ടിരിക്കുക. കുറയാത്തൊരു തിരമാലയാണ്. ഈ ബോസിൻ്റെ അടുത്ത് എനിക്ക് എത്താനുള്ള സ്പീഡില്ല. എൻ്റെ 113 ഗൈസ്. അതുകൊണ്ട് ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് 112 ആയിരുന്നു. അപ്പോൾ എത്ര സ്പീഡേ എനിക്കുള്ളൂ. പക്ഷേ ആ ബോസിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഏകദേശം 120 വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് 2 പോകാൻ പറ്റും. ഈ ബ്രിഡ്ജ് ഇത്തിരി നല്ലൊരു പാടായിട്ടുള്ള ബ്രിഡ്ജാണ്. എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ എനിക്ക് പാടാണ്. കാരണം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ 1 സെക്കൻഡ് ടൈമർ കഴിഞ്ഞ് നമ്മൾ ഡെഡായി പോകും. ഗൈസ്, ഞാൻ വിചാരിച്ചാൽ അത് ഇപ്പം അവിടെ ഡെഡായി കാണുമെന്ന്. നല്ല സ്പീഡിന് പോകണം. എന്നാലേ ഈ തടിയനായിട്ടുള്ള ആ പാവക്കുട്ടീനെ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. പയ്യെ ചാടണം. ഇതിൽ ഡെഡാവാൻ പാടില്ല. എനിക്ക് 50,000 വെച്ച് എനിക്ക് 1 മില്യൺ ആവാൻ എത്ര മിനിറ്റ് വേണ്ടി വരുമെന്നാണ് ഞാൻ ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ്. ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ വീണ്ടും വീണാൽ. പിന്നെ ഇതിൽ ടെലപ്പോർട്ടേഷനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പിന്നീട് കാണിച്ച് തരാം. ടെലപ്പോർട്ടേഷൻ ചെയ്ത് നമുക്ക് ഓരോരോ സ്റ്റേജിൽ പോകാൻ പറ്റും. അതിന് വിൻസ് കൊടുക്കണം. പക്ഷേ എനിക്കിപ്പോൾ കുറേ വിൻസ് ഉണ്ട്. ഐ എം സോ റിച്ച്. എനിക്ക് അത് വിൻസൊക്കെ എടുത്ത് കൊടുത്ത് എനിക്ക് പറന്ന് ഓരോടത്തും പോവാം. ഇതാണ് ഈ ഏരിയ. പാടാണെന്ന് വെച്ചാൽ ഇത് വലിയ പാടൊന്നുമില്ല, എളുപ്പമാണ്. നല്ല രസമാണ് ചാടി പോകാൻ വേണ്ടി. പിന്നെ ഇതുപോലെ ചില ടൈമിൽ അഡ്രിനാലിൻ റഷ് ഉണ്ടാകും. ചില സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ ചാടണയൊക്കെ തെറ്റായിപ്പോൾ അപ്പോൾ തറയിൽ വീഴും. ഈ വാട്ടറിൽ ഈ ചോക്ലേറ്റ് സുനാമി കടക്കാനും ഇത്തിരി പാടാണ്. 50,000 വിൻസ് കിട്ടിയിട്ടുണ്ട്. സൂക്ഷിച്ച് പോകണം. എനിക്ക് ഈ ജയൻറ്റ് ബിഗ് ബോൾ കടക്കാനും ഭയങ്കര പാടാണ്. കാരണം അതിൻ്റെ അറ്റത്തൂടെ തന്നെ പോകണം, അല്ലെങ്കിൽ തറയെ വീഴും. ഇപ്പം ഞാൻ വിചാരിച്ചു
ഞാൻ വിചാരിച്ചു ഈ റെയിൻബോ ട്രെയിൽ എനിക്ക് മാത്രമേ കാണുള്ളൂ എന്ന്. പക്ഷെ ഇപ്പം എല്ലാവർക്കും ഈ റെയിൻബോ ട്രെയിൽ തന്നെ. ഓക്കെ. കാരണം അതിന് 1,00,000 മിനിറ്റ്സാണ്ടേ വേണ്ടി വരുള്ളൂ. അത് നമുക്ക് മറ്റേ അവിടെ പോയി കഴിഞ്ഞാൽ 2 വട്ടം കിട്ടും 1,00,000. ഷേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലാഗാവും. കാരണം ഇത് ഞാൻ കളിക്കുന്നത് മൊബൈൽ ഫോണിലാണ്. അതുകൊണ്ട് നല്ല രീതിക്ക് ലാഗാവും. ഓക്കെ. ഈ ഭാഗം എനിക്ക് ഇഷ്ടമായി. ഇത് ട്രെഡ്മില്ല് കിട്ടിയിട്ടുണ്ട്. 5x സ്പീഡ് ട്രെഡ്മില്ലാണ്. എന്നുവെച്ചാൽ ഇത് നമുക്ക് 3xൻ്റെ ട്രെഡ്മില്ല് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 25 റോബക്സ് ആവും. പക്ഷേ ഇത് 5x അവർ ഫ്രീ ആയിട്ട് ലക്കി മാജിയും സീക്രട്ട് ലോക്കിയൊക്കെ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ എല്ലാവർക്കും വേണ്ടി ഫ്രീ ആയിട്ട് തരുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഐസ്ക്രീമുണ്ട്, ബാഗുണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് 50,000 കിട്ടും. ഇതെല്ലാം ഇടുമ്പോഴാണ് എനിക്ക് 80,000 കിട്ടുന്നത്. പിന്നെ നമുക്ക് ആരെങ്കിലും ഫ്രണ്ട് ആക്കിയാലും ഫ്രണ്ട് ബൂസ്റ്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അവർ പുതുതായിട്ട് എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ആണെങ്കിൽ 10%. നമ്മൾ ഫ്രണ്ടുമായിട്ട് ഒരാളോടെ കളിക്കുകയാണെങ്കിൽ 10%. പിന്നെ ഇതെന്തിനാണ് എന്തോ മെഡൽ ക്വസ്റ്റ് എന്നാണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിന് 1 മില്യൺ. ഇതിന് വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ അത് ഞാൻ എന്തായാലും കുറേ ദൂരം ഓടണം, എന്നാലേ കിട്ടുകയുള്ളൂ. കുറേ ദൂരമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുറേ പ്രാവശ്യം ഇതിന് വേണ്ടി 50. പയ്യെ പോണം ഇതിൻ്റെ. എന്തായാലും ഇതിൽ കുറച്ച് നേരം ചില്ലിങ് ചെയ്യാം. നമുക്കിവിടെ ഇരുന്ന് ഇത്തിരി സമാധാനത്തോടെ കിടന്ന് ഓടാം. ഓക്കെ. എനിക്ക് പിന്നെ മറ്റേ എന്തോ ഒരു ട്രെയിലും ഉണ്ട്. ആ ട്രെയിൽ ഉണ്ടെങ്കിൽ 100x സ്പീഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ട്രെയിൽ ഉണ്ടാകുന്നെങ്കിൽ കൂടെ ഡാം ബ്രോ ദാറ്റ്സ് നമുക്കെന്തായാലും ഇത്തുകൂടെ നേരെ ഇവിടെ നിൽക്കാം. 80,000 മിനിറ്റ്സ് കിട്ടുന്നതേ ഉള്ളൂ നമുക്ക്. ഇപ്പോൾ ഇത്തുകൂടെ നേരെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ലെവൽ 113 ആവും. പിന്നെ ഇത് ഗിഫ്റ്റ് ചുമ്മാ കാണിക്കണേന്. കാരണം ആ ഗിഫ്റ്റ് കിട്ടിയിട്ടൊന്നും വലിയ ഉപകാരമൊന്നുമില്ല. പിന്നെ ഈ എപ്പിക് ഡോണറ്റും എനിക്ക് വാങ്ങണമെന്നുണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കര പൈസയാണ്. 3 മില്യൺ മിനിറ്റ്സാണ് വരുന്നത്. പിന്നെ എനിക്ക് ഒരു സമയത്ത് ആരെങ്കിലും ഗിഫ്റ്റ് തരികയാണെങ്കിൽ നല്ലതാണ്. ഈ അഡ്മിൻ ട്രെഡ്മിൽ 670 എത്രയുണ്ട്. പിന്നെ ഈ സാധനങ്ങളും ഭയങ്കര ഇതായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വിൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആ സ്പീഡ് ബൂസ്റ്റർ കിട്ടും. അപ്പം നമ്മൾ അതിൽ പാഡിൽ ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത്തുകൂടെ സ്പീഡല്ല ഇത്തുകൂടെ പെർ സ്റ്റെപ്പ് കിട്ടും. അപ്പോൾ അതും ഒരു ബൂസ്റ്റാവും. പിന്നെ വേണമെങ്കിൽ റോബക്സ് കൊടുത്ത് നമുക്ക് സ്പീഡ് ബൂസ്റ്റൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷേ ഐ ഹാവ് നോ റോബക്സ് ഗൈസ്. സോ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. എന്തൊക്കെയാണ് അവന്മാർ ചാറ്റ് ചെയ്യുന്നുണ്ട്. എന്തോ ഹായ് ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്തരാണ് എന്തോ. ഓക്കെ, അതൊക്കെ വിട്. നമുക്ക് എന്തായാലും പോവാം. പിന്നെ ഇതെന്തോ ആ മുകളിലായിട്ടൊരു കോഡ് എന്തിനാണ് എന്തോ എനിക്കറിഞ്ഞൂടാ. പക്ഷേ ആൾക്കാർ പറയുന്നു ചിലവർക്കൊക്കെ ആ കോഡ് അടിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയതാണ്. എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇതുപോലെ സ്റ്റേജുകളിൽ ഞാൻ പറഞ്ഞ കണക്ക് ടെലപ്പോർട്ട് ചെയ്യാൻ പറ്റും. ടെലപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കിടന്ന് ഓടേണ്ടി വരില്ല. പിന്നെ ടെലപ്പോർട്ട് ചെയ്യണതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളുടെ വിൻസ് വെറുതെ പോവും. പിന്നെ അതുപോലെ തന്നെ അഥവാ നമുക്ക് അങ്ങനെ കറക്റ്റിന് ഓടി എത്തിയില്ലെങ്കിൽ നമ്മളെ വിൻസ് പോവും. പിന്നെ അതുപോലെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു പച്ചയല്ലേ അതിൻ്റെ മണ്ടയിൽ കയറിപ്പോയാൽ അതെങ്ങനെ ആ പച്ച ട്രെയിലുള്ളവന് അത്രയും പൊക്കത്തിന് ചാടാൻ പറ്റിയത്? ഇവിടെ റെയിൻബോ ഉള്ള എനിക്ക് ഇത്രയും കറങ്ങി വന്നു, പച്ച ഉള്ളവന് അങ്ങ് എത്തി. ഓക്കെ, അതൊക്കെ വിട്. എന്തായാലും നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിൻ സ്ട്രീക്ക് കിട്ടില്ല. അപ്പം ഞാൻ അത്രയും ദൂരം സ്വയം ഓടി എത്തുകയാണെങ്കിൽ നമുക്ക് വിൻ സ്ട്രീക്ക് കിട്ടും. ആ വിൻ സ്ട്രീക്ക് എന്ന് വെച്ചാൽ 10%, 5%. ഓക്കെ, ഇതാണ് ഞാൻ കാണിച്ചു തരാം. എവളാണ് ബോസ്. അപ്പോൾ അവളെയാണ് നമുക്ക് എന്തായാലും അവളെ ഞാൻ പറ്റിച്ച് ചാടി മാറിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ വിൻ സ്ട്രീക്കും കിട്ടൂല. അതുമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു ഈ ടെലപ്പോർട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ടെലപ്പോർട്ട് ചെയ്ത് ഇവിടെ വേൾഡ് 3 തുടങ്ങിയ അവർക്ക് അത് ഞാൻ അറിഞ്ഞില്ല. കാരണം എനിക്ക് വേൾഡ് 2 പോലും പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഇനി എനിക്ക് വേൾഡ് 2 പോകണമെങ്കിൽ ഇനിയും ഏകദേശം കുറേ ലെവൽ വേണം. അതുകൊണ്ട് ഓക്കെ 50,000 വിൻസ് കിട്ടിയിട്ടുണ്ട്.
ഇനിയും വേണം. ഇപ്പം എനിക്ക് 9 ലക്ഷമൊക്കെ ആയിട്ടുള്ളേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാൻ വയ്യ, ഞാൻ നോക്കിയില്ല. ഓക്കെ 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 പെട്ടെന്ന് ചാടാം. ഓക്കെ ഓക്കെ ഈ ഡോറും നമ്മൾ തുറക്കണ ഇതിൻ്റെ വെയിറ്റ് ചെയ്താൽ മതി, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. അത് വളരെ എളുപ്പമുള്ള ലെവൽ അതാണ്. പിന്നെ അതുപോലെ ഈ ലാവയാണോ എന്തോ ആ സാധനം, എന്തായാലും ചോക്ലേറ്റ് ലാവ എന്ന് വിളിക്കാം ആ സാധനം, അതും എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കെ 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 ഇനി ഈ ബിഗ് ഫാറ്റി ബെയറിനെ നമുക്ക് പെട്ടെന്ന് കടന്നു പോകാൻ പറ്റും. കാരണം അവൻ ഫാറ്റ് ആയതുകൊണ്ട് അവൻ എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റൂല. നമുക്ക് എന്തായാലും കടന്നു പോവാം. ഓക്കെ 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 ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. ഒരു ചാട്, 2 ചാട്, അങ്ങോട്ട് പോവാണ്. ചില സമയത്ത് കണ്ട ഞാൻ ജമ്പ് ഇറക്കി ഞെക്കിയൊക്കെയായിരുന്നു, എന്നാൽ പോലും ചില സമയത്ത് ഈ കീന് കുഴപ്പമില്ല, ചില സമയത്ത് എൻ്റെ എന്തോ കാരണം കൊണ്ട് ലാഗാന്നാണ്ട്. ഇപ്പോഴും ഞാൻ ജമ്പ് ഞെക്കിയിട്ട് അത് ജമ്പ് ആയിട്ടില്ല. നമ്മളെന്തായാലും സൂക്ഷിച്ച് ഇതിൻ്റെ അറ്റത്തൂടെ പോയാൽ കുഴപ്പമില്ല. ഈ പാലം വന്നവരെ അതും എനിക്കിത്തിരി പാടായിട്ടാണ് തോന്നുന്നത്. ഇത് പിന്നെ ഈസി കണ്ട. ഓക്കെ ഓക്കെ എനിക്കിപ്പോൾ 9 ലക്ഷം ഉണ്ട്. പിന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ സൗണ്ട് മാറ്റി ക്ലാക്കി ആക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ടെലപ്പോർട്ട് ചെയ്ത് 6ാമത്തെ ലെവലിലോ. എൻ്റെ 6 വിൻസ്, മൈ ഫ്രീക്കിംഗ് 6 വിൻസ് ഈസ് ഗോൺ ഫോർ എവർ. വാട്ട് ദ ഹെക്ക് ഗൈസ്. ഈ ഗെയിമിൻ്റെ കുഴപ്പം അതാണ്, നമ്മൾ വെറുതെ വിൻസൊക്കെ കൊടുത്ത് നമ്മൾ ടെലപ്പോർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഡെഡാവും. അതുകൊണ്ടാണ് എനിക്ക് ഈ ഗെയിം എനിക്കിപ്പോൾ ഇഷ്ടമല്ല തന്നെ. എന്നാലും ചില സമയത്ത് ഈ ഇത് കാരണം എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ഈ ക്ലാക്കി സൗണ്ടും എനിക്ക് ഇഷ്ടമാണ്, അത് നല്ല രസമാണ്. ക്ലാക്കി ക്രീമി ചോക്ലേറ്റ് അല്ല, എനിക്ക് ഈ ക്യാൻഡി എനിക്കിഷ്ടമല്ല. ആരോ മുട്ടായി തൊലി ഇങ്ങനെ ചുരുട്ടിയിട്ട് എറിയണ കഥ സൗണ്ടാണ്. ഇതാണ് ഇതല്ലേ ഇത്. ഓക്കെ ഇനി നമുക്ക് ചോക്ലേറ്റിലോട്ട് തന്നെയാണ്. ചോക്ലേറ്റ് ക്രീമി ഉണ്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ സൗണ്ടുകൾ. ഇത് ക്യാൻഡി ഉണ്ടോ, എനിക്കത് വലുതായിട്ട് ഇഷ്ടമല്ല. നമുക്ക് എന്തായാലും ക്ലാക്കിൽ തന്നെ ഇട്ട് പോവാം. ഇതൊക്കെ ചാടിക്കിടക്കാനൊക്കെ വളരെ ഈസി പീസിയാണ്. പിന്നെ എനിക്ക് ഇത്തിരി സ്പീഡ് കൂടുതലായതുകൊണ്ട് ഞാൻ നേരെ കുക്കയിലൊക്കെ വീഴും. ജസ്റ്റ് മിസ്. ഓക്കെ 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 ഓ ഹെല്ല. ഓക്കെ 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 അതും ഈസിയാണ്, കാരണം അതങ്ങ് പൊങ്ങി അങ്ങ് ചാടും. ആ ലാഡറിൽ കയറുമ്പോൾ ഈ ഇടയ്ക്കൊണ്ട് വെച്ച് എന്തോ ബഗ്ഗോ എന്തോ കാര്യം ആ ലാഡർ വർക്കായില്ല. കാരണം അത് നമ്മൾ ചാടാൻ നോക്കുമ്പോൾ ചാടാൻ പറ്റൂല. അതെന്തോ കുഴപ്പമായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ ഇതൊക്കെ ഈസി പീസിയാണ്. പിന്നെ ഈ ബോസ് നമ്മളെ പിടിക്കാൻ പറ്റൂല. പിന്നെ ഇതിൽ സൈഡിലായിട്ട് റെക്കമെൻഡഡ് ലെവൽസ് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. നിങ്ങൾക്കത് കാണാൻ പറ്റും ആ റെക്കമെൻഡ് ലെവൽസ്. ഇതാണ്ട് ഈ സൈഡ് എഴുതിയിട്ടുണ്ട്. ഇത് 100 ലെവലാണ് റെക്കമെൻഡ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് 90 ആയപ്പോൾ തന്നെ എനിക്ക് ചാടാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ബോസിനെ അതുപോലെ എനിക്ക് 90 ആയപ്പോഴേ പറ്റുന്നുണ്ട്. ഇനി അത് ബ്രോക്കൺ ആണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ 90 ആയിരുന്നപ്പോഴേ എനിക്ക് ചാടി കിടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് കറക്റ്റാണ്. ഇത് 110 അല്ലാതെ 109 പോലും പറ്റൂല. ഇത് 113 പോലും എനിക്കിത് ചാടാൻ പറ്റുന്നില്ല. പിന്നെ ഇതും ഞാൻ നോക്കിയിട്ടില്ല, എന്തായാലും ഒരു ദിവസം ചെയ്ത് നോക്കണം. ഓക്കെ നമുക്കിത് സൈഡിൽ കൂടെ എങ്ങനെ പോകാം. നല്ല സ്പീഡിന് പോകണം. പിന്നെ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റും, ലെവൽ സ്കിപ്പ് ചെയ്യാൻ. 6 റോബക്സാണ് ഈ ഗെയിം മൊത്തം ഒരു റോബക്സിൻ്റെ ഇതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ റീബർത്ത് 4 or 5 കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ റീബർത്ത് വലുതായിട്ട് നോക്കാറില്ല. പിന്നെ അതുപോലെ റീബർത്ത് ചെയ്യണമെങ്കിൽ കുറേ സമയം പിടിക്കും. അതുകൊണ്ട് ഞാൻ അത് വലുതായിട്ട് എടുത്ത് നോക്കാറില്ല. What just happened? അത് കണ്ടോ? ആ ബി എവിടെ നിന്ന് വന്നു അതിന്? ഞാൻ ബി ടൈപ്പ് ചെയ്തില്ലല്ലോ. അന്നേരം അവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? നല്ല കാര്യം. അതെന്തോടെ ഇപ്പം ഞാൻ അത് പോയ പോക്ക് കണ്ടാ? ആ ഇതിൽ ആ അറ്റത്തൊക്കെ ഞാൻ ചെന്ന് നിൽക്കുകയാണ്. നിങ്ങൾ അത് കണ്ടാ?
ഓ ദാറ്റ്സ് ഡാം കൂൾ ഗൈസ്, ഡാം കൂൾ. ഓക്കെ 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 നമുക്കിത് പയ്യെ ചാടാം, പയ്യെ 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 പോവാം. അല്ലെങ്കിൽ നേരത്തെ സംഭവിച്ച കണക്കത്തെ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ അത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചാദ്യം അതെങ്ങനെ ഞാൻ അത്രയും പൊക്കത്തിന് ചാടിയ എന്തോ. ഏ ഓക്കെ പയ്യ. ഓക്കെ യെസ്. ഓക്കെ 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 പോ. ചിലയിടത്തൊക്കെ ഈ സ്പീഡ് കാരണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ മറ്റേ ഇതുകൊണ്ടല്ലേ, മൗസ് ഉണ്ടായതുകൊണ്ട് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കൺട്രോൾ ചെയ്യാൻ പാടുണ്ട്. ഓക്കെ ഏതോ ഒരു വോൾട്ടയിൽ, വോയിഡിലോട്ട് തന്നെ പോയി. അയ്യോ ഞാനും പോയി. ഓ ഓക്കെ ഞാൻ തന്നെ ടെലപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ മൈ 5000 വിൻസ് ജസ്റ്റ് ഡ്രെയിൻ ടു ദ ട്രാഷ്. യെസ്, എന്തായാലും നമുക്ക് എന്തായാലും നല്ല സ്പീഡിന് തന്നെ പോവാം. കാരണം ആ ബോസിനെ എനിക്ക് കടന്നു പോയി ഈ പറക്കണം ഈ ബഹിരാകാശമല്ലേ, മേഘം. ഓക്കെ ദാറ്റ്സ് ഗുഡ്. മേഘത്തിലൂടെ പറന്ന് പോകണം. അത് വോയിഡ് ടെയിലാണോ അതോ ഗാലക്സി ടെയിലാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അതിലേതോ ഒന്ന് റോബക്സ് കണ്ട് കൊടുത്താണ് വാങ്ങണത്, എനിക്ക് അറിഞ്ഞുകൂടാ ഏതാണ് എന്തോ കറക്റ്റിന്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ ആ വേവ് നമ്മൾ അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകും. ഓക്കെ 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 ഓ ദാറ്റ്സ് കൂൾ. എനിക്ക് അവിടെ പോകണമെന്നുണ്ട്, പക്ഷേ ഐ കാൻ ഗെസ് ബിക്കോസ് എൻ്റെ സ്പീഡ് 113 ആയതുള്ളൂ. 1 മില്യൺ അടിച്ചു. ഞാൻ ഗ്ലോ ഓറ എടുത്തിട്ടുണ്ട്. അന്ന് സ്പീഡ് ബൂസ്റ്റ് ഇല്ലേ? എക്വിപ്പ് ചെയ്ത് അന്ന് സ്പീഡ് ബൂസ്റ്റ്. ഗൈസ് എൻ്റെ വിന്ന അത്രയും പോയി. എനിക്കിപ്പോൾ 8K വിൻസേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് മറ്റേ അവിടെ 50K വിൻസ് വേണം, എന്ന് വെച്ചാൽ 50,000 വിൻസ് വേണം. ഗ്ലോ ഓറയൊന്നും ഒന്നും കാണാനല്ലേ. എന്നെ പറ്റിച്ചോ ഇവര്? ആർക്കറിയാം. എന്നെ പറ്റിച്ചതാണോ? ഗ്ലോ ഓറ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലോ ഓറ ഉണ്ട്. അതുകൊണ്ട് അടുത്തായിട്ട് കാണുന്നുണ്ട്. എന്തായാലും എൻ്റെ 1 മില്യൺ വിൻസ് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പറപ്പിച്ച് തന്നെ വീട്ടാം. ഞാൻ ഇപ്പോൾ 50 വിൻസ് എടുത്ത് ഞാൻ കുഴപ്പമില്ല. എന്തായാലും ഒരു 5000 വിൻസ്. വീണ്ടും എനിക്ക് 3K വിൻസായി. എൻ്റെ വിൻസൊക്കെ എല്ലാം പോയി ഗൈസ്. കുഴപ്പമില്ല, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 50K വിന്നാണ് കിട്ടുന്നത്. 50K അത് ആ റെക്കമെൻഡിൻ്റെ ഒന്നും കൂടുതലാവും, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ 3K വിൻസ് ഉണ്ട്. അതുകൊണ്ട് ദാറ്റ്സ് പ്രിറ്റി ഗുഡ് ഐ തിങ്ക്. എന്തായാലും ഈ വീഡിയോ എടുത്തതും ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നതും വെവ്വേറെ ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഏകദേശം 4 ലക്ഷത്തിന് കൂടുതൽ വിൻസ് ഉണ്ട്. ഓക്കെ ഇതെന്തിനാണ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തത്? ഓക്കെ ആ വേവെന്നെ ഇടിച്ചിടുമോ എന്തോ. പേടിയുണ്ട്. ഓക്കെ 50. ഓക്കെ എൻ്റെ അത് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതെ ഇപ്പം നോക്കിയാണ് 19 ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ 19,000 ഇല്ലേ? 19,000 ആണ് സ്പീഡ് ബൂസ്റ്റ് പെർ സ്റ്റെപ്പിനാണ്. എനിക്കിപ്പോൾ ഓവർ 4 ബില്യൺ സ്പീഡുണ്ട്. ഇതിൽ കണക്കാക്കുകയാണെങ്കിൽ 236. പിന്നെ ഇതിൽ കുറേ ഓറകളുണ്ട്. പിന്നെ അതുപോലെ അവരിപ്പോൾ പുതുതായിട്ട് എന്തോ ഇലക്ട്രിക് ഓറയും ഇറക്കി, അത് 50 മില്യൺ വിൻസാണ്. പിന്നെ ഇതിൽ ഇൻഫിനിറ്റി ട്രെയിലുണ്ട്, അതിന് 2000 എത്രയോ റോബക്സ് ആണ്. അതൊന്നും ഞാൻ നോ മണി. ഓക്കെ അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ എൻഡ് ചെയ്യാൻ ഒരു നല്ലൊരു സ്ഥലമില്ല, ഇവിടെ അത്രയും ക്രൗഡ്. നമുക്ക് ഇവിടെ പോവാം. ഓക്കെ ഒരു സ്ഥലം കണ്ടു. നിങ്ങൾക്ക് ഇത് അറിയാൻ എന്തോ എന്നാലും ഞാൻ അത് കാണിച്ചു തരാം. ഇത് നോക്കിയോ പയ്യെ ഇതിലിങ്ങനെ ഈ ഗിഫ്റ്റ് ഈ പെട്ടിയിലിങ്ങനെ പയ്യെ ചവിട്ടണം. അപ്പോൾ ഇങ്ങനെ തെറിച്ച് പോകും. പയ്യെ അടുത്ത് വന്നിട്ട് ഞാൻ ഈ കാണിക്കണ കണക്കത്തെ മണ്ടത്തരം കാണിക്കരുത്. പയ്യെ അടുത്ത് വന്നിട്ട് ഒരു ഇടി കൊടുത്താൽ മതി. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ കാണിച്ചു തന്നൊരു ട്രിക്കാണ്. പയ്യെ അടുത്ത് വന്നിട്ട് ഓക്കെ അത് ലാൻഡിങ് പെർഫെക്റ്റ് ആയിരുന്നു. അല്ല പെർഫെക്റ്റ് അല്ലായിരുന്നു, പക്ഷേ ഓക്കെ
ഓക്കെ ഓക്കെ. ഓ അവനെ ഞാൻ ചെയ്യണ കണ്ട്. ഇതെങ്ങനെ എന്നെ തിരിഞ്ഞത് തിരിഞ്ഞു. ഇതെന്നെ മോന്ത കാണാത്ത. പയ്യെ അങ്ങോട്ട് വാ, പയ്യെ അങ്ങോട്ട് വാ. ഓക്കെ ഇനി ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്തെങ്കിൽ നിങ്ങൾക്കൊരു ഡാൻസും കാണിച്ചു തരാം. സ്ലാഷ് ഈ ഡാൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, /E-Dance3. അത് നല്ലൊരു ഡാൻസാണ്. അപ്പോൾ ഈ ഡാൻസൊക്കെ കണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.